പാരിലെന്നെ ഉയർത്തിടും കുരിശതെന്നാലും യാക്കോബിൻ്റെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ സൗഖ്യം പ്രാപിക്കുവാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തവും ഫലദായകവുമാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദുരിതങ്ങളുടെ നടുവിലും ദൈവത്തെ സ്തുതിക്കുന്ന നാവ് രക്തസാക്ഷികളുടെ നാവിനേക്കാൾ ഒട്ടും വില കുറഞ്ഞതല്ല. അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെയുള്ള പ്രതിഫലം ലഭിക്കുവാനാണ് സാധ്യത. തൻ്റെ കഷ്ടതകളിലും ഒരു മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുകയാണെങ്കിൽ അത് ഒരു തരത്തിലുള്ള രക്തസാക്ഷിത്വമായിട്ടാണ് കണക്കാക്കുക. ഇപ്രകാരമുള്ള രക്തസാക്ഷികളുടെ മുൻപിൽ സ്വർഗം തുറക്കുന്നു. തന്നെ സ്വീകരിക്കുവാൻ സ്വർഗം തുറക്കുന്നത് കണ്ടിട്ട് ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുവാൻ ഏതെങ്കിലും രക്തസാക്ഷി തയ്യാറാകുമോ? വിചിന്തനം: സഹനങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രക്തസാക്ഷിയായി മാറുക. ദൈവത്തോടുള്ള സ്നേഹത്താൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രാർത്ഥന. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു. ശ്ലീഹന്മാരുടെ കാലം മുതൽ ഇന്ന് ഈ നിമിഷം വരെയും ശുദ്ധീകരണ സ്ഥലത്ത് കഷ്ടപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടി ദാനധർമ്മം, കാരുണ്യപ്രവൃത്തികൾ എന്നിവ വഴിയായി നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തിക്കണമെന്ന് അതാത് കാലങ്ങളിൽ ജീവിച്ചിരുന്ന വേദപാരംഗതർ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. 545-ാം ആണ്ടിൽ തെദ്രോസ് സുനഹദോസിൽ കൂടിയ എല്ലാ മെത്രാന്മാരും ശുദ്ധീകരണ സ്ഥലമുണ്ടെന്നും നമ്മുടെ പ്രാർത്ഥനകളാലും ത്യാഗപ്രവൃത്തികളും ആത്മാക്കളുടെ മോചനത്തിനായി തുടർച്ചയായി സമർപ്പിക്കണമെന്നും കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കുവാനും മറ്റുള്ളവരെ അതിന് സഹായിക്കുവാനുമാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. തൻ്റെ മാതാവായ വിശുദ്ധ മോനിക്ക മരിച്ചതിന് ശേഷം വിശുദ്ധ അഗസ്തീനോസ് എഴുതിയ വാക്യം ഇങ്ങനെയാണ്: എൻ്റെ മഹിമയും ജീവനുമായിരിക്കുന്ന സർവേശ്വര, ഇപ്പോൾ എൻ്റെ അമ്മയുടെ പുണ്യങ്ങളെ അങ്ങേപക്കൽ വിസ്തരിച്ച് പറയാതെ എൻ്റെ അമ്മയുടെ പാപപരിഹാരത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദാസിയെ അനുഗ്രഹിക്കണമേ. ഈ ആളിനെ കഠിനശിക്ഷയ്ക്ക് ഇരയാക്കരുതേ. പ്രിയ ദൈവജനമേ, നമുക്കും പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, മാതാപിതാക്കൾ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉപകാരികൾ മുതലായവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകൾ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ വളർച്ചാ കാലഘട്ടങ്ങളിൽ ഞങ്ങളെ സഹായിച്ച ബന്ധുക്കൾ, ഉപകാരികൾ, സ്നേഹിതർ എന്നിവരിൽ ആരെങ്കിലും ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിച്ചു കഴിയുന്നുണ്ടെങ്കിൽ അവരോട് കരുണ തോന്നി നിന്റെ കാരുണ്യത്തിനൊത്ത വിധം ദയ കാണിച്ച് അവരെ സ്വർഗത്തിലേക്ക് ചേർക്കണമേ. മരണത്തിൻ്റെ താക്കോലും നരകത്തിൻ്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ആശയം നിറവേറ്റുവാൻ ദയയായിരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവായ ദൈവം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഏവരെയും കർത്താവായ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.